നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ തുറന്നത് ഒരു യാദൃശ്ചികതയല്ല. ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. അത് ഒരു ദൈവിക കാരണം തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഗുരുവായൂരപ്പൻ നിങ്ങളെ ഇവിടെ എത്തിച്ചതാകാം. ലോകത്തിലെ അനേകം ഭക്തർ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളിലും ആശ്രയിക്കുന്ന ദൈവമാണ് ഗുരുവായൂരപ്പൻ. ഭഗവാനെ ഹൃദയം കൊണ്ട് വിളിച്ചാൽ ഭഗവാൻ ഒരിക്കലും തൻ്റെ ഭക്തരെ നിരാശപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും, നമ്മൾ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നിൽക്കുന്ന നിമിഷങ്ങൾ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും തടസ്സങ്ങൾ വരുന്നു? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സന്തോഷം വരാൻ ഇനിയും എത്ര സമയമെടുക്കും? ഈ ചോദ്യങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. കാരണം ചിലപ്പോൾ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കില്ല, പക്ഷെ ചില സൂചനകൾ, ചില അടയാളങ്ങൾ, ചില ദൈവിക സന്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കും. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ വാക്കിലൂടെ, ചിലപ്പോൾ ഒരു സംഭവത്തിലൂടെ, ചിലപ്പോൾ ഒരു വീഡിയോ വഴിയും പോലും ദൈവത്തിന്റെ സന്ദേശം നമ്മളിലേക്ക് എത്താം. ഇന്ന് ഈ വീഡിയോയിൽ അത്തരമൊരു ദൈവിക സന്ദേശം നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ തൊടുകുറി ഒരു സാധാരണ വീഡിയോ മാത്രമല്ല, ഇത് ഒരു ചെറിയ ആത്മീയ ശ്രമമാണ്. ദൈവത്തെ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ മനസ്സിന് വലിയ ആശ്വാസം നൽകാറുണ്ട്. ഇന്ന് നമ്മളിവിടെ അറിയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം എന്താണ് എന്നതാണ്. ചിലർക്ക് ഒരു വലിയ സന്തോഷ വാർത്ത വരാനിരിക്കാം, ചിലർക്ക് ഒരു വിഷമം അവസാനിക്കാൻ പോകുന്ന സമയമായിരിക്കാം, ചിലർക്ക് ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കാൻ പോകുന്ന സമയമായിരിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക. ചുറ്റുപാടിലെ ശബ്ദങ്ങൾ കുറച്ചു നിമിഷം മറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഗുരുവായൂരപ്പനെ ധ്യാനിക്കുക. ഭഗവാന്റെ രൂപം, ഭഗവാന്റെ പുഞ്ചിരി, ഭഗവാന്റെ കരുണ നിങ്ങളുടെ മനസ്സിൽ വരച്ചു കാണുക. നിങ്ങൾ ഗുരുവായൂരപ്പനെ സത്യമായി വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ മനസ്സിൽ ഒരു പ്രാർത്ഥന ചെയ്യുക. നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ വലിയൊരു വിഷമത്തിലായിരിക്കാം. ഒരു പ്രശ്നം നിങ്ങളെ ഒരുപാട് കാലമായി അലട്ടിക്കൊണ്ടിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടതായിട്ട് അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ദൈവം ഒരിക്കലും തൻ്റെ ഭക്തരെ മറക്കില്ല. ചിലപ്പോൾ ദൈവത്തിന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരില്ല, പക്ഷെ ഭഗവാൻ നമ്മൾ കരുതാത്ത രീതിയിൽ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്നതാണ് സത്യം. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ 3 വഴികളാണ് കാണുന്നത്. ഈ 3 വഴികളിൽ ഒന്നാണ് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആകർഷിക്കുക. അതുതന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴി. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. വേഗത്തിൽ തിരഞ്ഞെടുക്കരുത്. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക. ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. ശേഷം നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായി ഏത് വഴിയിലേക്ക് പോകുന്നു എന്ന് നോക്കുക. അതുതന്നെയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സൂചന. ഇനി വളരെ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ മുന്നിൽ 3 വഴികൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ വഴി, രണ്ടാമത്തെ വഴി, മൂന്നാമത്തെ വഴി. ഈ 3 വഴികളിൽ ഒന്നാണ് നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിച്ചത്. ആ വഴിയാണ് ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വീണ്ടും ഒരു നിമിഷം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിളിക്കുക. മനസ്സിൽ ഇങ്ങനെ പറയുക: ഗുരുവായൂരപ്പ, എനിക്ക് വേണ്ട സന്ദേശം എനിക്ക് കാണിച്ചു തരണമേ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു വഴി തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തനോ ഭക്തയോ ആണെങ്കിൽ ഓം നമോ നാരായണായ എന്നും കൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഓരോ നാമങ്ങളും ഓരോ മന്ത്രങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയായിട്ട് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ വഴി തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നവർ ഈ സന്ദേശം വളരെ പ്രത്യേകമായിരിക്കും. കാരണം എല്ലാ ആളുകളും ഈ വഴി തിരഞ്ഞെടുക്കുന്നില്ല. ഈ വഴി തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളുകളാണ്.
നിങ്ങൾക്ക് ഒരു നല്ല ഹൃദയമുണ്ട്. മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് നല്ലതിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ജീവിതത്തിലെ പല സമയങ്ങളിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എന്തുകൊണ്ട് ഞാൻ ഇത്രയും നല്ലത് ചെയ്തിട്ടും എനിക്ക് തന്നെ കൂടുതൽ വിഷമം വരുന്നു. ഇത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യമായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ഒരിക്കലും നല്ല മനസ്സുള്ള ആളുകളെ മറക്കില്ല. ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നത് പോലും ഒരു ദൈവിക സൂചനയായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ചിലർക്കിത് സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ചിലർക്കിത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വിഷമമായിരിക്കാം, ചിലർക്കിത് ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വേദനയായിരിക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങൾ പൂർണ്ണമായി തകരാതെ ഇന്നും നിൽക്കുന്നു. അതൊരിക്കലും നിങ്ങളുടെ ശക്തി മാത്രമല്ല, അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൂടിയാണ്. ഭഗവാൻ നിങ്ങളെ അറിയാതെ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ കാലം അടുത്തു വരികയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന വിഷമങ്ങൾ എന്നേക്കുമായിട്ട് തുടരില്ല. ചില കാര്യങ്ങൾ മന്ദഗതിയിൽ മാറാൻ പോകുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ വളരെ കാലമായിട്ട് മനസ്സിൽ വെച്ചിരുന്ന ഒരു ആഗ്രഹമുണ്ടാകാം. ആ ആഗ്രഹം ഇപ്പോൾ ദൈവത്തിന്റെ ശ്രദ്ധയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വാർത്ത ചിലർക്ക് ഒരു ജോലിയാകാം, ചിലർക്ക് സാമ്പത്തിക പുരോഗതിയാകാം, ചിലർക്ക് ഒരു കുടുംബ സന്തോഷമായിരിക്കാം. നിങ്ങൾക്ക് ഒരു ചെറിയ ഉപദേശമുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ നിരാശയ്ക്ക് അധികം സ്ഥലം കൊടുക്കരുത്. കാരണം ചിലപ്പോൾ നമ്മൾ ഏറ്റവും നിരാശയിലിരിക്കുന്ന സമയത്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും അത്തരം ഒരു സമയമാണ് ഇപ്പോൾ അടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയുണ്ടായിരിക്കാം. അത് വളരെ വ്യക്തമായ ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഷമം അവസാനിക്കണമെന്ന ആഗ്രഹമായിരിക്കാം. ആ പ്രാർത്ഥന ഒരിക്കലും നിസ്സാരമല്ല. ദൈവം അതിനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കൂടുതലായി ശക്തമായി പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. ഒരു കാര്യം കൂടെ പറയണം. നിങ്ങൾക്ക് ചുറ്റും എല്ലാവരും നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദന മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. പക്ഷെ ദൈവത്തിനെല്ലാം അറിയാം. നിങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞ രാത്രികളും നിങ്ങൾ നിശബ്ദമായി സഹിച്ച വേദനകളും ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട സന്തോഷം ഇനി വൈകില്ല എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാം. അത് ഒരുപക്ഷെ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുന്ന ആളായിരിക്കാം, ചിലർക്ക് ഒരു നല്ല ബന്ധത്തിന്റെ തുടക്കമായിരിക്കാം. ഇനി ഒരു ചെറിയ സൂചന കൂടെ പറയാം. നിങ്ങൾക്ക് അടുത്തിടെ ചില ചെറിയ സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്താം. ഒരു ചെറിയ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാകാം. ഇവയെല്ലാം ഒരു വലിയ മാറ്റത്തിന്റെ ആദ്യ സൂചനകളായിരിക്കാം എന്നതാണ്. ഇനി ഒരു ചെറിയ ആത്മീയ ഉപദേശം കൂടിയുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ഭഗവാന്റെ നാമം ഒരിക്കലെങ്കിലും ജപിക്കുക. അതുപോലും നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തി നൽകും എന്നതാണ്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോകുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ കുറച്ചു സമയം കഴിഞ്ഞാൽ ഒരു പഴയ ഓർമ്മയായി മാത്രം മാറും. കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഒരുക്കുന്നുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ദൈവിക സൂചനയായിരിക്കാം. എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ വഴി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നവർ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന സമയത്തായിരിക്കാം എത്തുന്നത്. കാരണം സാധാരണയായിട്ട് ഈ വഴി തിരഞ്ഞെടുക്കുന്ന ആളുകൾ ജീവിതത്തിലെ ഒരു മാറ്റത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നവരാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായിട്ട് ഒരുപാട് ചിന്തകളിലൂടെയും ഒരുപാട് ആശങ്കകളിലൂടെയും നിങ്ങൾ കടന്നു പോയിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. നിങ്ങൾ വളരെ വിശ്വസിച്ച ഒരു കാര്യം പോലും പെട്ടെന്ന് മാറിപ്പോയിരിക്കാം.
അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എൻ്റെ ജീവിതം എപ്പോഴാണ് മാറുന്നത്, എന്തുകൊണ്ട് ഞാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വൈകി നടക്കുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഈ വൈകിപ്പ് ഒരിക്കലും ഒരു പരാജയമല്ല, ഇത് ഒരു തയ്യാറെടുപ്പ് സമയമാണ്. കാരണം ദൈവം ചിലപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതുവരെ ചില കാര്യങ്ങൾ വൈകിപ്പിക്കും. ഈ സന്ദേശം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ സാധാരണയായിട്ട് ഒരു വലിയ സ്വപ്നമുണ്ടാകും. നിങ്ങൾക്ക് സാധാരണ ജീവിതം മാത്രം വേണ്ട, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നേടണം എന്ന ആഗ്രഹമുണ്ടാകും. പക്ഷെ പലപ്പോഴും നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ അത്ര വേഗത്തിൽ ഫലം നൽകിയിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രധാന സന്ദേശമുണ്ട്. നിങ്ങളുടെ പരിശ്രമം ഒന്നും തന്നെ നഷ്ടമായിട്ടില്ല. നിങ്ങൾ ചെയ്ത ഓരോ ശ്രമവും ദൈവത്തിന്റെ മുൻപിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പുതിയ അവസരം വരാൻ സാധ്യതയുണ്ട്. ഈ അവസരം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ അത് നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകും. ചിലർക്കിത് ഒരു ജോലി അവസരമായിരിക്കാം, ചിലർക്കിത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള ഒരു വഴിയായിരിക്കാം, ചിലർക്കിത് ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാനുള്ള അവസരമായിരിക്കാം. നിങ്ങൾക്ക് അടുത്തിടെ ഒരു ചെറിയ സൂചന ജീവിതത്തിൽ കാണാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ വളരെ കാലമായിട്ട് കാത്തിരുന്ന ഒരു വാർത്ത അത് നിങ്ങളെ തേടിയെത്താം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സഹായം നിങ്ങളെ തേടിയെത്താം. ഇത് ചെറിയ കാര്യമായി തോന്നിയാലും അത് ഒരു വലിയ മാറ്റത്തിന്റെ ആദ്യ അടയാളമായിരിക്കും. ഈ വഴി തിരഞ്ഞെടുക്കുന്നവർ പലപ്പോഴും ഒരു കാര്യം ചെയ്യാറുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്കായി വളരെ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, പക്ഷെ സ്വന്തം സന്തോഷം പലപ്പോഴും പിന്നിലേക്ക് മാറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരു ശൂന്യത തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ചെറിയ ആത്മീയ സൂചനയെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദൈവിക സംരക്ഷണമുണ്ടെന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടും അവ പൂർണ്ണമായി നിങ്ങളെ തകർക്കാതെ അവസാന നിമിഷത്തിൽ എല്ലാം ശരിയായതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഇതൊരിക്കലും യാദൃശ്ചികമല്ല, ഇത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമായിരിക്കാം. ഭഗവാൻ പലപ്പോഴും നിങ്ങളെ അറിയാതെ തന്നെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രധാന തീരുമാനമെടുക്കേണ്ട സാഹചര്യം വരാം. ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിക്ക് തുടക്കം കുറിക്കും. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കുക. കാരണം ചിലപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലെ ശബ്ദത്തിലൂടെ നമ്മളെ നയിക്കും എന്നതാണ്. നിങ്ങൾക്ക് അടുത്തിടെ ഒരു വ്യക്തിയുടെ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് കാരണമാകാം. അത് ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരു പുതിയ വ്യക്തിയുമായിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരും. ഇനി ഒരു ചെറിയ ഉപദേശം കൂടെ പറയാം. അടുത്ത കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കുറച്ച് കൂടുതൽ പോസിറ്റീവായിട്ട് നിറയ്ക്കാൻ ശ്രമിക്കുക. കാരണം പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിൽ വിളിക്കാൻ ശ്രമിക്കുക. ഭഗവാന്റെ പേര് ഒരിക്കൽ പറയുന്നത് പോലും നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും. നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ കഴിയും: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ വഴിയുടെ തുടക്കം അടുത്തിരിക്കുകയാണ്. ഇതൊരിക്കലും ഒരു ചെറിയ മാറ്റമല്ല, നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന മാറ്റമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതില്ല, വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. കാരണം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും വരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ വഴി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ വഴിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ സെൻസിറ്റീവായിട്ടുള്ള മനസ്സാണ്. നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകമായിട്ട് കാണാം. മറ്റുള്ളവർക്ക് കാണാത്ത ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. മറ്റുള്ളവരുടെ മനസ്സിലെ വേദന നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പലപ്പോഴും മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ അധികം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളായിരിക്കും. പക്ഷെ ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഈ നല്ല മനസ്സാണ് നിങ്ങളെ വേദനിപ്പിച്ചത്. നിങ്ങൾ വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. നിങ്ങൾ മനസ്സിൽ വച്ചിരുന്ന ചില പ്രതീക്ഷകൾ പെട്ടെന്ന് തകർന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ട് ഞാൻ ഇത്രയും നല്ലത് ചെയ്തിട്ടും എനിക്ക് തന്നെ വേദനയാണ് കിട്ടുന്നത്.
പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ദൈവം നല്ല മനസ്സുള്ള ആളുകളെ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പല വിഷമങ്ങളും ഒരു പുതിയ തുടക്കത്തിന് മുൻപുള്ള ഘട്ടമായിരിക്കാം. ഈ സന്ദേശം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തോടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു വലിയ മാനസിക ഭാരമുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ ഒരാളോടും പറഞ്ഞിട്ടില്ല, പക്ഷെ ആ വേദന നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകാം. ഒരുപക്ഷെ ഒരു ബന്ധത്തിലുണ്ടായ നിരാശ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച ഒരാളുടെ വഞ്ചന, അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമത്തിന് ലഭിക്കാത്ത അംഗീകാരം, ഈ എല്ലാം തന്നെ നിങ്ങളെ ഉള്ളിൽ നിന്നും ക്ഷീണിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അനുഭവിച്ച ഈ വേദന വ്യർത്ഥമല്ല. കാരണം ചിലപ്പോൾ ജീവിതം നമ്മളെ ശക്തരാക്കാൻ ചില പരീക്ഷണങ്ങൾ നൽകും. നിങ്ങൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ഒരു വലിയ സൂചനയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാനസിക ശാന്തിയുടെ കാലം അടുത്തു വരികയാണ്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ മന്ദഗതിയിൽ കുറയാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഒരു സമാധാനം വരാൻ പോകുന്നു. ചിലർക്ക് ഒരു നല്ല ബന്ധം ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം കൊണ്ടുവരാം. നിങ്ങൾക്ക് മുൻപ് അനുഭവിച്ച വേദനകൾ ഈ പുതിയ ബന്ധം മന്ദഗതിയിൽ മറക്കാൻ സഹായിക്കും. ചിലർക്ക് ഇതൊരു സുഹൃത്തായിരിക്കാം, ചിലർക്ക് ഒരു ജീവിത പങ്കാളിയാകാനും സാധ്യതയുണ്ട്. ഇനി ഒരു ചെറിയ സൂചന കൂടി പറയാം. നിങ്ങൾക്ക് അടുത്തിടെ ഒരു ചെറിയ ദൈവിക അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യം അപ്രതീക്ഷിതമായിട്ട് നടക്കാം, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടാം. ഇതൊരിക്കലും യാദൃശ്ചികമല്ല, ഇത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന്റെ അടയാളമായിരിക്കാം. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് സാധാരണയായിട്ട് ഒരു പ്രത്യേക ഗുണമുണ്ടാകും. നിങ്ങൾ വളരെ ആന്തരിക ശക്തിയുള്ള ആളുകളാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ശാന്തമായതായിട്ട് തോന്നാം, പക്ഷെ ഉള്ളിൽ നിങ്ങൾ വളരെ ശക്തരാണ്. ജീവിതത്തിലെ എത്ര പ്രശ്നങ്ങൾ വന്നാലും അവയെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പ്രധാന തിരിച്ചറിവുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രധാനമെന്ന് നിങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കും. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വാഭാവികമായി അകന്നു പോകാം, പക്ഷെ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. കാരണം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ ആളുകൾ വരാൻ ചിലർ മാറി നിൽക്കേണ്ടി വരും. ഇനി ഒരു ചെറിയ ആത്മീയ ഉപദേശം കൂടെ പറയാം. അടുത്ത കുറച്ചു ദിവസങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ദൈവത്തെ ഓർക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ. ഭഗവാന്റെ പേര്, ഭഗവാന്റെ നാമം ഒരു ദിവസം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്ര തവണ പറയുക. അത് നിങ്ങളുടെ മനസ്സിന് വലിയ ശാന്തി നൽകും. നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ വഴിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സന്തോഷകരമായിട്ടുള്ള മാറ്റത്തിന്റെ തുടക്കം അടുത്തിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന വലിയ മാറ്റമാകണമെന്നില്ല, പക്ഷെ മന്ദഗതിയിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാകാൻ പോകുന്നു എന്നതാണ് സത്യം. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ മന്ദഗതിയിൽ അകന്നു പോകും. അതിൻ്റെ സ്ഥാനത്ത് പുതിയ പ്രതീക്ഷയും പുതിയ സന്തോഷവും വരും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ദൈവിക സൂചനയായിരിക്കാം. ഭഗവാന്റെ കാൽപാദത്തിൽ നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ വഴി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.